സംവാദങ്ങൾ സംവാദങ്ങൾ ഒരു എഫക്റ്റീവ് ടൂളാണോ? വസ്തുതകൾ എന്തെന്നറിയാനും ആശയക്കുഴപ്പങ്ങൾ മാറ്റാനും ഒരു നല്ലൊരു ടൂളായിട്ടാണ് സംവാദങ്ങൾ എന്നാണ് പൊതുവെ നമ്മൾ അംഗീകരിക്കുന്നത്. എന്നാൽ ഇത് എപ്പോഴും ശരിയാകണം എന്നുണ്ടോ? എനിക്കറിയാം, ഞാൻ പറയുന്നത് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ഒപ്പീനിയൻ ആയിരിക്കുന്നു. പക്ഷേ വാട്ട് ഇഫ് സംവാദം എന്നത് എപ്പോഴും ഒരു എഫക്റ്റീവ് ടൂൾ അല്ല? അങ്ങനെയാണെങ്കിലോ? ഇത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം സംവാദത്തിൻ്റെ ബേസിക് ഫിലോസഫി എന്താണ് നമ്മൾ അറിയേണ്ടതുണ്ട്. സംവാദത്തിൻ്റെ ബേസിക് ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം എന്ത് എന്ന് അറിയാൻ ആഗ്രഹമുള്ള രണ്ട് പേർ തമ്മിൽ നടത്തുന്ന ഒരു ആശയവിനിമയമാണ്. ഈ രണ്ട് കൂട്ടരും സത്യം എന്നൊരു സാധനമുണ്ടെന്നും അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഏർപ്പെടുന്ന ഒരു ഉദ്യമമാണിത് എന്ന് അംഗീകരിച്ചുകൊണ്ടാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി സംവാദത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഇതിനല്ല വരുന്നത്. ഉദാഹരണത്തിന് സംഘപരിവാർ അനുകൂലികളുടെ ആശയം എന്ന് പറഞ്ഞാൽ ഫാഷിസമാണ്. ഫാഷിസ്റ്റുകൾ സത്യം അറിയണം എന്ന ഒരു കമ്മിറ്റ്മെൻ്റ് എടുത്തല്ല സംവാദത്തിലേക്ക് വരുന്നത്. ഫാഷിസ്റ്റുകളുടെ ബേസിക് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ ദുർബലരായ മനുഷ്യരുടെ പുറത്ത് ഡോമിനേഷൻ ഉണ്ടാക്കണം എന്നാണ്. ശക്തരായിട്ടുള്ളവർ ശക്തരല്ലാത്ത മനുഷ്യരുടെ പുറത്ത് ആധിപത്യം സ്ഥാപിക്കണം എന്ന ഒരു ആശയത്തിലാണ് അവർ വരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം സത്യം എന്നൊരു സാധനമില്ല, എല്ലാം നറേറ്റീവുകൾ മാത്രമേ ഉള്ളൂ. മറ്റുള്ള മനുഷ്യരുടെ പുറത്ത് ആധിപത്യം സ്ഥാപിക്കാൻ നമുക്ക് എന്തൊക്കെ നറേറ്റീവ് പറയാൻ പറ്റും, ആളുകളുടെ ഇമോഷൻസ് ഇളക്കി എന്തൊക്കെ നമുക്ക് ഈ ആധിപത്യത്തെ ന്യായീകരിക്കാൻ പറ്റും, ഇതിനാണ് അവർ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരോട് സംവാദം ചെയ്തിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. കാരണം അവർ സത്യം അറിയാനല്ല വരുന്നത്, സമൂഹത്തെ സത്യം അറിയിക്കാനുമല്ല വരുന്നത്. അതേപോലെ തന്നെ ഉള്ള വേറൊരു വിഭാഗം മനുഷ്യരാണ് ഈ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും സംശയിക്കുന്നവർ. ഉദാഹരണത്തിന് ഇപ്പം പരന്ന ഭൂമി പരന്നാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഒരിക്കൽ നിങ്ങളവർക്ക് 100 തെളിവുകൾ കൊടുത്താലും 1000 തെളിവ് കൊടുത്താലും അവരതിനെല്ലാം സംശയിച്ചുകൊണ്ടിരിക്കും. കാരണം ഇവരെല്ലാം സംശയാലുക്കളാണ്. നമ്മളുണ്ടാക്കിയ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അവർക്ക് സംശയമായിരിക്കും. അവർക്ക് നാസ ഇല്ലുമിനാണ്ടിയാണ്, ശാസ്ത്രജ്ഞർ ഇല്ലുമിനാണ്ടിയാണ്, ഗവൺമെൻറ്റുകൾ ഇല്ലുമിനാണ്ടിയാണ്. അങ്ങനെയല്ല, നമ്മൾ സത്യം കണ്ടെത്താൻ ഉണ്ടാക്കിയ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളും അവർ ഇല്ലുമിനാണ്ടികളായിട്ടാണ് കാണുന്നത്. ഓഫ് കോഴ്സ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കൊന്നും തെറ്റ് പറ്റില്ല എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കെല്ലാം സാധാരണ മനുഷ്യരെക്കാളും കുറച്ചും കൂടെ കൂടുതൽ ക്രെഡിബിലിറ്റി കൊടുക്കണം. കാരണം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ വിഷയങ്ങളെ ആധികാരികമായി പഠിക്കുക, അതിനു വേണ്ടിയുള്ള ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കുക, റിസർച്ച് ചെയ്യുക എന്നതാണ്. അപ്പം ഒരു സാധാരണ മനുഷ്യനേക്കാളും കുറച്ചും കൂടെ ക്രെഡിബിലിറ്റി നമ്മൾ അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ എല്ലാം ഡൗട്ട് ചെയ്യുന്ന ആളുകളായിട്ട് നിങ്ങൾ എന്ത് സംവാദം ചെയ്യും? നിങ്ങൾ റിസർച്ച് പേപ്പർ കൊടുത്താൽ അത് ഇല്ലുമിനാണ്ടിയാന്ന് പറയും. നിങ്ങൾ ലാൻസെറ്റിലെ ജേണൽ കൊടുത്താൽ ലാൻസെറ്റ് ജേണൽ ഇല്ലുമിനാണ്ടിയാന്ന് പറയും. അപ്പോൾ ഇത്തരം മനുഷ്യരോട് നിങ്ങൾക്ക് എന്ത് തരം സംവാദമാണ് സാധ്യം? അപ്പോൾ അത്തരം ഒരു സംവാദമാണ് ഞാൻ ഈയിടെ കണ്ടത്. അത് ടോമി സെബാസ്റ്റ്യനും അഭിലാഷ് മോഹനും തമ്മിലായിരുന്നു. അഭിലാഷ് മോഹൻ അവിടെ UN കോട്ട് ചെയ്യുന്നുണ്ട്, അംനസ്റ്റിനെ കോട്ട് ചെയ്യുന്നുണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിനെ കോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ റെപ്യൂട്ടബിൾ ആയിട്ടുള്ള ഈ വിഷയത്തിൽ ആധികാരികമായ പഠനം നടത്തുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെയും കോട്ട് ചെയ്യുന്നുണ്ട്. അവിടെ മറ്റേ ആൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഹമാസാണ്. അംനസ്റ്റി ഹമാസാണ്, UN ഹമാസാണ്, UN റെപ്പർട്ടോർ ഹമാസാണ്, എല്ലാവരും ഹമാസാണ്. ഹമാസ് ഇല്ലാത്ത ആളുകൾ, മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാവരും ഇല്ലുമിനാണ്ടിയാണെന്ന് പറയുന്ന മാതിരി ഇതെല്ലാം ഹമാസാണ്. അപ്പോൾ ഇത്തരം ആളുകൾക്ക് നിങ്ങൾക്ക് എന്ത് തെളിവ് കൊടുത്താണ് നിങ്ങൾ ചർച്ച ചെയ്യുക? നിങ്ങൾ എത്ര തെളിവ് കൊടുത്താലും അതിന് കാര്യമില്ല. സത്യം എന്നത് ഒരു രീതിയിൽ തന്നെ ആയിരിക്കും, സത്യം പലതാവുകയില്ല. എന്നാൽ കള്ളങ്ങൾ നമുക്ക് പല രീതിയിൽ പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ട് സത്യം പറയാൻ ശ്രമിച്ചാലും വീണ്ടും അവർ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ സംവാദം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം സ്ട്രാറ്റജീസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഫാഷിസ്റ്റുകളും പിന്നെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും ഡൗട്ട് ചെയ്യുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ടെക്നിക്സ് നമുക്ക് കാണാൻ പറ്റും. അവർ എന്നും പറഞ്ഞ് ന്യായീകരിക്കാനാണ് ഈ സംവാദത്തിൽ വരുന്നതെന്നുള്ള കുറച്ച് തെളിവുകൾ നമുക്ക് കാണിക്കാം. ഇപ്പം ഭാഗ്യവശാൽ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംവാദം നടക്കുമ്പോൾ ഈ സംവാദത്തിൻ്റെ റെഫറൻസുകൾ ആ സംവാദം നടത്തിയ ആളുകൾ തന്നെ അവരുടെ ഒരു എക്സൽ ഷീറ്റിൽ തരികയുണ്ടായി. അതിൽ നിന്ന് നമ്മൾ റാൻഡമായിട്ട് എല്ലാ ലിങ്കുകളും നമ്മൾ പരിശോധിച്ചില്ല, പക്ഷേ റാൻഡമായിട്ട് നമ്മൾ നോക്കിയ ലിങ്കുകൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ എത്രത്തോളം കള്ളമാണ് ഈ ഒരു സംവാദങ്ങളിൽ വന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫാക്ട് ചെക്ക് ചെയ്യാൻ നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ അലനുമായിട്ട് ഈ വിഷയം സംസാരിച്ചിരുന്നു. നമുക്കതിൽ നോക്കാം. ഈ ഡിബേറ്റിന്റെ ഭാഗമായിട്ട്, അതായത് ടോമി സെബാസ്റ്റ്യന്റെയും അഭിലാഷ് മോഹനന്റെയും അവർ പറഞ്ഞ വാദഗതികളുടെ റെഫറൻസ്, അതായത് ടോപ്പിക്, റെഫറൻസ്, കമന്റ് എന്ന് തിരിച്ചിട്ട് ഒരു സ്പ്രെഡ്ഷീറ്റ് ഈ ഡിബേറ്റ് സംഘടിപ്പിച്ചവർ തന്നെ കൊടുക്കുകയുണ്ടായി. അപ്പോൾ ആ സ്പ്രെഡ്ഷീറ്റ് വായിച്ചു നോക്കിയിട്ട് അതിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്കായിട്ട് ചില കാര്യങ്ങൾ കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളൊരു കാര്യം പറഞ്ഞ് എന്തെങ്കിലും ലിങ്ക് കൊടുത്താൽ ആളുകൾ വിശ്വസിക്കും എന്നൊരു ധാരണ ഇവർക്കുണ്ട്, ഈ ടോമി സെബാസ്റ്റ്യൻ. അത് തെറ്റു പറയില്ല, കാരണം അവരെ ചുറ്റിപ്പറ്റി ഒരു കൾട്ട്, ഒരു ഗോത്രം തന്നെ അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അവരെ സംബന്ധിച്ച് ഇവരെന്ത് പറഞ്ഞാലും അത് യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. അത് അവർക്കെതിരെ സാക്ഷാൽ ഐക്യരാഷ്ട്രസഭ പറഞ്ഞാലും ഐക്യരാഷ്ട്രസഭ ഹമാസാണ്. അപ്പോ ഇവരുടെ കോഷറായ ലിങ്കുകളിലെ ചില അൺകോഷറായ
ഫാക്റ്റുകൾ ഒന്ന് കാണിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ലിങ്ക് നമ്പർ 49. അതില് ടോപ്പിക് ഇങ്ങനെയാണ് കൊടുത്തത്: ഹമാസ് അടിച്ചു വന്ന പലസ്തീൻ റിപ്പോർട്ടർ. 49, യു ആർ സീയിങ് ഇറ്റ് റൈറ്റ്. ഹമാസ് അടിച്ചു വന്ന പലസ്തീൻ റിപ്പോർട്ടർ. ഇതിന് തൊട്ടടുത്തതേ ഇതാണ് ലിങ്ക്. ഞാൻ ക്ലിക്ക് ചെയ്തു ആൻഡ് ഇറ്റ് ഈസ് ലോഡിങ് ആൻഡ് റീഡയറക്ഷൻ വരികയാണ്. ലോഡിങ് വീണ്ടും വരുന്നു. Ibrahim Muharrem, a 26-year-old Palestinian freedom journalist, was killed when an Israeli tank fired towards a group of journalists reporting in Hamad city area. ഇതാണോ പ്രിയപ്പെട്ടവരെ ഹമാസ് തല്ലിക്കൊന്നു എന്ന് പറഞ്ഞ ജേർണലിസ്റ്റ്? നിങ്ങൾ കണ്ടതാണ്. യു സോ വാട്ട് ഇറ്റ് വാസ് റിട്ടൺ, യു സോ ദ ലിങ്ക് ആൻഡ് യു സോ മീ ഓപ്പണിംഗ് ഇറ്റ്. ഇതാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇറ്റ് വാസ് എ ബ്ലാറ്റന്റ് ലൈ. ഐ ഡോണ്ട് നോ വൈ പീപ്പിൾ ആർ നോട്ട് ഡിമാൻഡിങ് ക്രെഡിബിലിറ്റി ഓർ അക്കൗണ്ടബിലിറ്റി. എന്തുകൊണ്ട് ആളുകൾ ഇവരിൽ നിന്ന് ക്രെഡിബിലിറ്റിയോ അക്കൗണ്ടബിലിറ്റിയോ ചോദിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അടുത്തത് ഇതേ ലിങ്കിൽ പോയാൽ പോയിന്റ് നമ്പർ 7, അതായത് 7th റെഫറൻസ്, അതായത് ഈ സ്പ്രെഡ്ഷീറ്റിൽ 7 എന്ന് പറഞ്ഞ സെല്ലിലെ ടോപ്പിക് ഞാൻ വായിക്കാം. ഹമാസ് എക്സിക്യൂട്ട്സ് ദിയർ ഓൺ പീപ്പിൾ. ഇതാണ് അവർ തന്നിരിക്കുന്ന ടോപ്പിക്. റെഫറൻസ് ആംനസ്റ്റിയുടെ ഒരു 2010 ഒരു ലിങ്കാണ് തന്നിരിക്കുന്നത്. ഇതിട്ടിരിക്കുന്ന കമന്റ്: ആഗോളതലത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റാനും ഫണ്ട് സ്വരൂപിക്കാനുമായി ഹമാസ് പലസ്തീനി കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുന്നു എന്നത് അന്താരാഷ്ട്ര സംഘടനകൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. അപ്പോ ഇനി ഈ ആംനസ്റ്റി ഇന്റർനാഷണലിലെ ലിങ്ക് ഞാൻ തുറന്നു. ആംനസ്റ്റി കുറച്ചു കാലം മുമ്പ് ഒരു ആംനസ്റ്റി ഹമാസ് ആയിരുന്നു കേട്ടോ. പക്ഷെ 2010 ഹമാസ് ആയിരുന്നില്ല, പിന്നീട് ഹമാസായി മാറിയതാണ്. അതൊരു യുനോ ഡാർവിന് ശേഷം പുതിയൊരു പരിണാമ സിദ്ധാന്തം ഉണ്ടെങ്കിൽ അത് ആംനസ്റ്റിക്കും UN ആയിരിക്കും, ലൈക്ക് ദെയർ എവല്യൂഷൻ ഇൻ ടു ഹമാസ്. അപ്പോ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, 2010-15 ഏപ്രിലിൽ വന്ന ഈ ഇതില് ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഹമാസ് ഒരു എന്താ പറയുക, ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിങ്സ് അവിടെ നടത്തുകയാണ്, ഒരു എക്സിക്യൂഷൻ അവിടെ നടത്തുകയാണ്. അതായത് ഇസ്രായേലുമായി കൊളാബറേറ്റ് ചെയ്തു എന്നുള്ള ചാർജിലും ആളുകളെ കൊന്നു എന്ന് പറഞ്ഞിട്ടുമാണ് ഈ ഇത് നടക്കുന്നത്. ഓക്കെ, അപ്പോ ഇതില് ഇവര് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു പോലീസ് സർജന്റിനെ കൊന്ന ഒരു വിഷയത്തിൽ പറയുന്നുണ്ട്. അതൊരു പഴയ വിഷയമാണ്. 2 പേരെ വധിച്ചു എന്നാണ് പറയുന്നത്. ഇതിലെവിടെയും സ്ത്രീകളെയോ കുഞ്ഞുങ്ങളെയോ ഹമാസ് സഹതാപത്തിനായി കൊന്നു എന്നോ അല്ലെങ്കിൽ അതൊരു ടാക്ടിക്കായി ഉപയോഗിക്കുന്നോ ആംനസ്റ്റി പറയുന്നില്ല. അത് ആംനസ്റ്റി ഇതിൽ പറയുന്നത് 2 എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിങ്ങുകൾ നടന്നു. അത് കണ്ടംപ്റ്റ് ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്, അതിൽ യാതൊരു സംശയമൊന്നുമില്ല. പക്ഷേ നിങ്ങളൊരു ലിങ്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ ആ സംഭവത്തെ, നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ കമന്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തെളിവ് അതിനകത്ത് വേണം. അതൊരു മിനിമം മര്യാദയാണ്, അതൊരു ബേസിക് ലോജിക്കാണ്. അപ്പൊ ഇത് തുറന്നു വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ സ്ത്രീകളെ കൊന്ന കേസോ അല്ലെങ്കിൽ കുട്ടികളെ കൊന്ന കേസോ ഒന്നും തന്നെ ഈ ആംനസ്റ്റി ഇന്റർനാഷണൽ പറയുന്നില്ല. പക്ഷെ ടോമി കൊടുത്തിരിക്കുന്ന കമന്റ് എന്താണ്? ഞാൻ ഒന്നുകൂടി വായിക്കാം. ആഗോളതലത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റാനും ഫണ്ട് സ്വരൂപിക്കാനും ഹമാസ് പലസ്തീനി കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുന്നു എന്നത് അന്താരാഷ്ട്ര സംഘടനകൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ടാണ് ഞാൻ തുറന്നു വായിച്ചത്. ഇതില് ആ റിപ്പോർട്ടിനകത്ത് വായിക്കാൻ മടിയുള്ള ആൾക്കാർക്ക് ഞാനൊരു എളുപ്പവഴി പറഞ്ഞുതരാം. നിങ്ങൾ അതിനകത്ത് Ctrl+F അടിച്ച് വുമൺ എന്നും ചിൽഡ്രൻ എന്നും സെർച്ച് ചെയ്താൽ ആ പേജിൽ ഉള്ള ആ വേർഡ്സ് ഉണ്ടെങ്കിൽ അത് അവര് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അപ്പൊ ഞാനത് നോക്കി, വുമൺ ആൻഡ് ചിൽഡ്രൻ, എന്തായാലും അങ്ങനൊരു സംഭവം ഇതിനകത്തില്ല. അപ്പൊ ഇങ്ങനൊരു കമന്റ് വെച്ച് എന്തിനാണ് ശ്രീ ടോമി സെബാസ്റ്റ്യൻ ഈ ലിങ്ക് വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോഴും ബോധ്യപ്പെടാത്ത ആളുകളുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒന്നുമില്ല, വിൽഫുള്ളി നുണ പറയുക, മനഃപൂർവ്വം നുണ പറയുക, അല്ലെങ്കിൽ ആളുകളെ വഴിതെറ്റിക്കുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ക്ലിയർ ആയിട്ട് ചെയ്യുന്നത്. ഇനി വരുന്നതെന്ന് വെച്ചാല് ലിങ്ക് നമ്പർ 20, 19, 20. ഇതില് എന്ന് വെച്ചാല് UN സപ്ലൈ എയ്ഡ് ടു ഹമാസ് ലീഡേഴ്സ് ഹോം ഡയറക്റ്റ്ലി. അതായത് ഹമാസ് നേതാവിന്റെ വീട്ടിലേക്ക് UN നേരിട്ട്
എന്താ പറയാ, നേരിട്ട് ഇത് എന്ത് കൊണ്ടുപോയി, എയ്ഡ് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നാണ് നമ്മുടെ ഈ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ ആ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പൊ അത് ഇസ്രായേൽ ഹയോം എന്ന് പറഞ്ഞിട്ടൊരു ഒരു 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 ഇതാണ് വന്നിരിക്കുന്നത്. അപ്പൊ എനിക്കത് ആക്സസ് ഡിനൈഡ് എന്നാണ് എനിക്ക് എഴുതിയിരിക്കുന്നത്. എനിക്കത് ആക്സസിബിൾ അല്ല. പക്ഷേ നമുക്ക് ഇതിന്റെ ഒരു സത്യാവസ്ഥയിലേക്ക് പോകണല്ലോ. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാല്, ന്യൂയോർക്ക് ടൈംസ് ഒരു വളരെ ഫേമസ് ആയ ഒരു പേപ്പറാണ്. അത് ജൂലൈ 26 ജൂലൈയില് ഒരു ന്യൂസ് കൊടുത്തിരുന്നു. ആ ന്യൂസിന്റെ ടൈറ്റിൽ ഞാൻ വായിക്കാം. നോ പ്രൂഫ് ഹമാസ് റൂട്ടീൻലി സ്റ്റോൾ UN എയ്ഡ്, ഇസ്രായേലി മിലിറ്ററി ഒഫീഷ്യൽസ് സേ. സിമ്പിളായി കാര്യം മനസ്സിലായല്ലോ. ഇതേ വാർത്ത റോയിറ്റേഴ്സിന്റെ മറ്റൊരു വാർത്തയാണ്. US എയ്ഡ് അനാലിസിസ് ഫൗണ്ട് നോ എവിഡൻസ് ഓഫ് മാസീവ് ഹമാസ് തെഫ്റ്റ്. അലിഗേഷൻ ആയിരുന്നു ഇത്. ഇസ്രായേൽ മിലിറ്ററിയുടെ ടാക്ടിക്കാണ്. അവരൊരു അലിഗേഷൻ വെക്കും, അവരൊരു ആരോപണം വെക്കും. ആ ആരോപണം അലിഗേഷൻ ഹെഡിങ്ങിൽ കൊടുക്കാതെ ഒരുവിധ എല്ലാ മാധ്യമങ്ങളും അത് പറപ്പിക്കും. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ UNO കൺസേൺഡ് ഏജൻസികളോ നടത്തും. നടത്തി കഴിഞ്ഞിട്ട് ഇസ്രായേൽ മിലിറ്ററിയോട് പ്രൂഫ് വരാൻ പറയും. തെളിവ് എവിടെയും ചോദിക്കുമ്പോൾ വിയറ്റ്നാം കോളനിയിലെ ശങ്കരാടിയെ പോലെ ഇതാണ് ആ രേഖ എന്ന് പറഞ്ഞിട്ട് അവർ കൈമലർത്തി കാണിക്കും. സോ ഇതാണ് ബേസിക്കലി സംഭവിക്കുന്നത്. ഇപ്പൊ ഇതിന് ഒരു അറബ് ന്യൂസിന്റെ ഒരു ലിങ്ക് തന്നിട്ടുണ്ട്. ആ ലിങ്കിൽ തന്നെ പറയുന്നുണ്ട് അതൊരു അലിഗേഷൻ ആണെന്നുള്ളത്, UN ഉദ്യോഗസ്ഥർ ഹമാസ് കൊടുത്തുള്ളത്. ആൻഡ് ഫൈനലി ഒരു സംഭവം, അതായത് US സൈഡ് ഇത് പറഞ്ഞു. ആൻഡ് ഇവിടെ നമ്മുടെ 28 മെയ് 2025 നോ എവിഡൻസ് ഓഫ് ഹമാസ് സൈഡ് ഡൈവേർഷൻ എന്ന് UN അത് പറഞ്ഞിട്ടുണ്ടല്ലേ. അതായത് വന്നിട്ടുള്ള ഒരു കാര്യമാണ്, ദർ ഈസ് നോ ഡൈവേർഷൻ, നോ എവിഡൻസ് ഓഫ് ഹമാസ് എയ്ഡ് ഡൈവേർഷൻ എന്നാണ് പറഞ്ഞത്. ഇനി അതില് ഒരു ലിങ്ക് വരുന്നത് ലിങ്ക് നമ്പർ 67. അത് മുൻപ് ഡീബങ്ക് ചെയ്തത് തന്നെയാണ്, അതിന്റെ ഒരു തുടർച്ച എന്ന പോലെ. അതായത് 67 എടുത്താല് ഔട്ട് ഓഫ് 2010 trucks of food delivery 1700 were looted എന്ന് ആണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അതിന്റെ കമന്റ്, ഗാസ വിതരണത്തിന് വന്ന 2010 ട്രക്കുകളിൽ 1700 ട്രക്കുകൾ ഹമാസ് കൊണ്ടുപോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഗാസയിലേക്ക് അയക്കുന്ന ഹ്യൂമാനിറ്റേറിയൻ എയ്ഡുകൾ ട്രാക്ക് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ്. അതായത് എത്ര വണ്ടികൾ ഗാസയിലേക്ക് വിട്ടു, എത്ര വണ്ടികൾ അവിടെ എത്തി, എത്ര വണ്ടികൾ ഇടയ്ക്ക് ഇൻ്റർസെപ്റ്റ് ചെയ്തു എന്ന് കാണിക്കുന്ന ഒരു ഡാഷ്ബോർഡാണിത്. ഇതിൽ എവിടെയും ഗാസയിൽ ഹമാസ് തീവ്രവാദികൾ വന്ന് ട്രക്കുകൾ ലൂട്ട് ചെയ്തു എന്നൊരു സംഭവമില്ല. ഓഫ്കോഴ്സ് ഇതിനകത്ത് കുറച്ച് ട്രക്കുകൾ ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷേ അത് ഹമാസ് ആണ് ചെയ്തതെന്നും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന വിശന്ന് വന്ന ആളുകളും ആയുധധാരികളായിട്ടുള്ള ആളുകളും ഒക്കെ പലതരത്തിൽ ട്രക്കുകളെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ടോമി സെബാസ്റ്റ്യൻ വെച്ച ക്ലെയിം ഹമാസ് ഇതിനകത്ത് 1700ഓളം ട്രക്കുകൾ മോഷ്ടിച്ചു എന്നാണ്. പക്ഷേ ഇതിനകത്ത് 1700 എന്നൊരു കണക്കില്ല, ഹമാസ് എന്നൊരു വാക്ക് തന്നെ ഈ ഒരു വെബ്സൈറ്റില്ല. പിന്നെ എന്തിനാണ് ഈ ലിങ്ക് കൊടുത്തതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എഗെയിൻ ഹമാസ് നമുക്ക് കണ്ടം ചെയ്യേണ്ട ഒരു ഓർഗനൈസേഷൻ തന്നെയാണ്. ബട്ട് സ്റ്റിൽ വൈ ആർ വി ബ്രിങ്ങിങ് റെഫറൻസസ് അൺറിലേറ്റഡ് ടു ദ ക്ലെയിം? നിങ്ങൾ വെക്കുന്ന ക്ലെയിമിന് അൺറിലേറ്റഡ് ആയിട്ടുള്ള റെഫറൻസസ് എന്തിനാണ് ഇരുന്നത്? നിങ്ങൾ പറയുന്നു ഹമാസ് ഇവിടെ ട്രക്ക് ലൂട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കൊണ്ടുവരുന്ന ലിങ്കിൽ ഹമാസ് എന്നൊരു വാക്ക് പോലും ഇല്ല. അപ്പോൾ ഇത് എന്ത് തരം ഫാക്ട് ബേസ്ഡ് പൊളിറ്റിക്സ് ആണ്? ഇനി അടുത്തത് സെയിം ലിങ്കിലെ സെൽ നമ്പർ 15. ഇപ്പൊ ഞാൻ തുറന്നിരിക്കുന്നതിൽ 15ആണ്. ചിലപ്പോ നിങ്ങൾ നെറ്റിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ 14, 16 ആയിട്ട് കിടക്കുന്നുണ്ടാവും. ഞാൻ ആ ടോപ്പിക് വായിക്കാം. ഹമാസ് സ്നാച്ചസ് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ്സ് ആൻഡ് സെൽ ഇൻ ബ്ലാക്ക് മാർക്കറ്റ്. ഇതാണ് ടോപ്പിക്. എന്നിട്ട് നൈൽ പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ന്യൂസ് ലിങ്ക് തന്നിട്ടുണ്ട്. നൈൽ പോസ്റ്റ് എന്നാണ് ആ ലിങ്കിന്റെ ഒരു പേര് വരുന്നത്. അതിന് ശ്രീ ടോമി കൊടുത്തിരിക്കുന്ന കമന്റ് എന്ന് പറയുന്നത്, ജനങ്ങൾക്ക് വിതരണത്തിന് കൊണ്ടുവന്ന ഭക്ഷണം ഹമാസ് തട്ടിയെടുത്ത് കരിഞ്ചന്തയിൽ വിൽക്കുന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് എന്നാണ് ഇതിൽ പറയുന്നത്. ഓഫ് കോഴ്സ് നമ്മൾ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഒരു കാര്യം പറയുമ്പോൾ ഇതാണ് വസ്തുത എന്ന് പറഞ്ഞൊരു ലിങ്ക് തരുമ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ മാച്ച് ആവണ്ടേ? ടോമി ഇവിടെ പറയുന്നത് എന്താണ്?
ഹമാസ് ഇവിടെ ഫുഡ് മോഷ്ടിക്കുന്നു എന്നാണ്. പക്ഷേ ഈ ലിങ്കിൽ പറഞ്ഞിരിക്കുന്നത് കുറേ ഗാങ്സ്റ്റേഴ്സ് വന്ന് ഫുഡ് മോഷ്ടിക്കുന്നു എന്നാണ്. എന്ന് മാത്രമല്ല, ഈ ഗാങ്സ്റ്റേഴ്സ് മോഷ്ടിക്കുമ്പോൾ ഈ ഹമാസ് ഈ ഗാങ്സ്റ്റേഴ്സിനെ വന്ന് കൊല്ലുകയാണ് എന്നാണ് ഈ വാർത്ത പറയുന്നത്. അപ്പോൾ കുറേ സൗത്ത് ഗാസൻസ് പറയുന്നുണ്ട് ഇത് ചെയ്യുന്നത് നല്ല കാര്യമാണ്, കാരണം ഹമാസ് ഈ മോഷ്ടിക്കാൻ വരുന്ന ആളുകളെ കൊന്നില്ലെങ്കിൽ നമുക്ക് ഫുഡ് കിട്ടില്ല, അതുകൊണ്ട് ഹമാസ് ഇവരെ കൊല്ലുന്നത് നല്ല കാര്യമാണെന്ന് ഒരാൾ പറയുന്നുണ്ട്. വേറൊരാൾ പറയുന്നുണ്ട് ഹമാസ് ഇവരെ കൊല്ലുന്നത് ഇവർക്ക് സ്വയം കരിഞ്ചന്ത വിൽക്കാനായിരിക്കാം, ഒരു ബിഗ് മാഫിയ സ്മോൾ മാഫിയ ചെയ്യുന്നതായിരിക്കും വേറൊരാൾ പറയുന്നുണ്ട്. അപ്പോൾ പല ആളുകൾ പല അഭിപ്രായം ഇതിനകത്ത് പറയുന്നു എന്നല്ലാതെ ഹമാസ് ഇവിടെ ഫുഡ് മോഷ്ടിക്കുന്നുണ്ട് എന്ന് ഈ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നില്ല, ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഗാങ്സ് ആയിട്ടുള്ള ആളുകൾ വന്ന് മോഷണം നടത്തുന്നുണ്ട്, അവരെ ഹമാസ് അറ്റാക്ക് ചെയ്യുന്നുണ്ടെന്നാണ്. ആൻഡ് ഹമാസിൽ സെർവ് ചെയ്തിട്ടുള്ള ഒരാളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടി ഇവിടെ ഉണ്ട്. ഇവിടെ ഇത് നടക്കാനുള്ള കാരണം ഹമാസിൻ്റെ സെക്യൂരിറ്റി ഇവിടെ കുറഞ്ഞു, കാരണം ഇത്രയും ഹൈലി കോൺഫ്ലിക്റ്റ് കഴിഞ്ഞ ഇത്രയും നാളുകളായിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ ഹമാസിൻ്റെ സെക്യൂരിറ്റി കൺട്രോൾ ഇവിടെ 20% താഴെയാണ്. 60% കൂടി കഴിഞ്ഞാൽ ഈ പ്രശ്നം മാറുമെന്ന് വേറൊരാളുടെ മൊഴിയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല പല മൊഴികളുള്ള സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് ഈ ഹമാസ് ഇവിടെ ഫുഡ് മോഷ്ടിക്കുന്നു എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയായിരിക്കുന്നത്? അത് അങ്ങനെ പറയുന്നില്ലല്ലോ. അങ്ങനെ പറയാത്ത കാര്യങ്ങൾ എന്തിനാണ് പറയുന്നത്? ഓഫ് കോഴ്സ് നമുക്ക് ഹമാസിനോടൊക്കെ വിയോജിപ്പുകളുണ്ട്, ഹമാസ് ചെയ്യുന്നത് തീവ്രവാദ പ്രവർത്തനമാണെന്നൊക്കെയുള്ള എല്ലാ അഭിപ്രായം ഉണ്ടെങ്കിൽ കൂടി നമ്മളൊരു ഡിബേറ്റ് വന്നിട്ട് ഇതാണ് ഫാക്റ്റ്, ഇതാണ് വസ്തുത എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു കമൻറ്റ് വിട്ടിട്ട് ഒരു ലിങ്ക് കൊടുക്കുമ്പോൾ അതിനകത്ത് ബന്ധമുള്ള കാര്യങ്ങൾ വേണ്ടേ? ഒരാൾ വന്ന് പറയുന്നു ഹമാസ് ഇവരെ കൊല്ലുന്നത് നല്ല കാര്യമാണ്, വേറൊരാളെന്ന് പറഞ്ഞു ഹമാസിൻ്റെ സെക്യൂരിറ്റി കുറവായതുകൊണ്ടാണ് ഇവർക്ക് കൊല്ലേണ്ടി വരുന്നത്, ഈ ഹമാസിന് ഈ ഗാങ്സിനെ കൊല്ലേണ്ടി വരുന്നത്. വേറൊരാൾ പറഞ്ഞു ഇവർ കൊല്ലുന്നുണ്ടെന്നുള്ളത് ശരിയാണ്, പക്ഷേ ഇവർ കൊല്ലുന്നത് സ്വയം വിൽക്കാനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള 3 ടെസ്റ്റിമോണീസ് ഇതിനകത്ത് പറയുന്നു എന്നല്ലാതെ ഈ വാർത്ത എവിടെയും കൺക്ലൂഡ് ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള റിപ്പോർട്ടിങ് ചെയ്യാത്തൊരു കാര്യത്തെ എന്തിനാണ് ഇവിടെ ഒരു വസ്തുതയായിട്ട് അവതരിപ്പിക്കുന്നത്? ഒരു നൊട്ടോറിയസ് ഗാസൻ ക്രിമിനൽ ഫാമിലിയാണ് ഈ എയ്ഡുകൾ മോഷ്ടിക്കുന്നതെന്നാണ് ഈ ലിങ്കിൽ പറയുന്നത്. ഇസ്രായേൽ സോൾജേഴ്സിന്റെയും സർവൈലൻസിന് വെച്ചിരിക്കുന്ന ഡ്രോണുകളുടെയും മുമ്പിൽ വെച്ചാണ് മോഷണം നടക്കുന്നതും ഈ മോഷ്ടിക്കപ്പെട്ട വസ്തുക്കളെല്ലാം തന്നെ സ്റ്റോർ ചെയ്യുന്ന വെയർ ഹൗസുകൾ ഇസ്രായേൽ മിലിറ്ററി കൺട്രോളുള്ള ഏരിയയിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഹമാസിനെ മോഷ്ടിക്കാൻ ഇസ്രായേൽ മിലിറ്ററി അനുവദിക്കുന്നു എന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? അതോ സത്യത്തിൽ ദ ട്രൂത്ത് അവിടെ സ്മഗ്ലിങ്ങും ഇതും നടത്തുന്ന ക്രിമിനൽ ഫാമിലികൾക്ക് ഇസ്രായേൽ മിലിറ്ററിയുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടെന്നാണോ ഇതിന്റെ അർത്ഥം? ടോമി തന്ന BBC ലിങ്കിൽ നിന്ന് ഉള്ള ഒരു സംഭവമാണ്. ഞാൻ ഈ നുണ പറയുന്നില്ല. ഞാൻ let me share the screen again. The thefts often happen in clear sight of Israeli soldiers or surveillance drone, but the army fails to intervene. Stolen goods are apparently stored in warehouses. Okay, warehouses in areas under Israel military control. അല്ല, ഇതിൽ വേറെ വാക്ക് ഞാൻ കാണുന്നുണ്ട്. ദേ ആർ അർജന്റ്ലി കോളിംഗ് ഫോർ മെനി എൻട്രി റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് ബൈ ദ ഇസ്രായേലി അതോറിറ്റീസ് ടു ബി ലിഫ്റ്റഡ് ആൻഡ് ഫോർ മോർ ക്രോസിംഗ് പോയിന്റ്സ് ടു ബി ഓപ്പൺഡ് ആൻഡ് സെക്യൂർഡ് സോ ദേ ക്യാൻ കളക്ട് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് സപ്ലൈസ്. നോക്കൂ, ഇത്രയും കള്ളത്തരം പറയുമ്പോഴും ഈ സംവാദത്തിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്രയും കള്ളങ്ങൾ നമുക്ക് ഒരു ചെറിയ സമയം കൊണ്ട് പൊളിക്കാൻ പറ്റത്തില്ല. ഇത് മറ്റുള്ള ആളുകൾ, അപ്പോൾ നമ്മളെപ്പോലുള്ള ഈ സത്യം അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇത് കുത്തിയിരുന്ന് പരിശോധിച്ച് ഓരോ ലിങ്കും പോയി ഇരുന്ന് നോക്കേണ്ട അവസ്ഥയാണ്. ഇനി അതിലെ ഒരു ലിങ്ക് വരുന്നത് IDF killed people queuing for food. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് BBC റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് BBCയുടെ ഒരു ലിങ്ക് ഈ വ്യക്തി തന്നിട്ടുണ്ട്. അതിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന കമന്റ് എന്ന് പറയുന്നത് വെടിവെപ്പ് നടത്തി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും 4.5 കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു സ്ഥലത്ത് മറ്റൊരു സമയത്ത് ചിത്രീകരിച്ചതാണ് ഈ സംഭവം എന്ന പേരിൽ പ്രചരിപ്പിച്ച വീഡിയോ എന്നാണ് ആള് പറയുന്നത്. അപ്പോ ഈ ലിങ്ക് ഞാൻ തുറന്നു നോക്കി, BBCയുടെ ലിങ്കാണ്, നമ്മൾ തുറന്നു നോക്കി. അതൊരു ഫാക്ട് ചെക്ക് വീഡിയോയാണ്. അതായത് റഫ ക്രോസിംഗ് നമുക്കറിയാം, അതിന്റെ അടുത്ത് നടന്ന ഒരു ഷൂട്ടിംഗ് എന്ന പേരിൽ പ്രചരിപ്പിച്ച വീഡിയോ അവിടെയല്ല സംഭവിച്ചിരിക്കുന്നത്. അത് ഖാൻ യൂനിസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് നടന്നത് എന്നാണ് പറയുന്നത്. അപ്പോ പെട്ടെന്ന് ഇത് കേൾക്കുന്ന ഒരാൾക്ക്, അതായത് ഈ ടോമിയുടെ വാദം കേൾക്കുന്ന ഒരാൾക്ക് എന്താ തോന്നുക? അപ്പൊ അത് വേറൊരു സ്ഥലത്ത് ചിത്രീകരിച്ചതാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് വാസ് സ്റ്റേജ്ഡ്, ചിത്രീകരിച്ചു എന്ന് മാത്രമാണ് ആള് പറയുന്നത്. അപ്പോൾ അത് വായിക്കുന്ന ഒരാൾക്ക് ഫസ്റ്റ് ഉണ്ടാകുന്ന ഇംപ്രഷൻ എന്താണ്? ഇത് സ്റ്റേജ് ചെയ്തതാണ്, അതായത് ഫേക്ക് ആണ്. എന്നാൽ ഈ BBC ലിങ്കിൽ തന്നെ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഈ സംഭവം റഫ ക്രോസിംഗിന്റെ അടുത്ത് നടന്നില്ലെങ്കിലും ഖാൻ യൂണിസിലാണ് നടന്നത്. ഖാൻ യൂണിസിൽ നിരന്തരമായി IDF നിരപരാധികളെ വെടിവെക്കുക, ആക്രമിക്കുക ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പോ ഇത്
ഇതിനെക്കുറിച്ച് ഇതിന്റെ ലാസ്റ്റ് വരി ആ BBC ഫാക്ട് ചെക്കർ പറയുന്നത്, ദ സർക്കംസ്റ്റൻസ് ഓഫ് ദി സ്ട്രൈക്സ് ആർ അൺക്ലിയർ. അതായത് സ്ട്രൈക്ക് നടന്നു എന്ന് BBC-ക്ക് യാതൊരു സംശയവുമില്ല ആ കാര്യത്തിൽ. എന്നാൽ അതെന്തിനായിരുന്നു എന്നുള്ളത് തങ്ങൾക്ക് പിടുത്തമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവര് അത് ക്ലോസ് ചെയ്യുന്നത്. അതുപോലെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഹാസ് ബീൻ അപ്രോച്ച്ഡ് ഫോർ എ കമന്റ്. അതിൽ ആ ഫാക്ട് ചെക്ക് അവസാനിക്കുകയാണ്. അപ്പോ അക്രമം നടക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ വേറെ ആർക്കും സംശയമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇവര് ഖാൻ യൂനിസിലെ സംഭവം ഒരു ഫുഡ് എയ്ഡ് സെന്ററിന്റെ അടുത്ത് നടന്നിട്ടില്ല എന്ന് മാത്രമാണ് BBC പറയുന്നത്. അതല്ലാതെ ഈ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ സെന്ററിന്റെ എവിടെയും നടന്നിട്ടില്ല എന്നുള്ളത് എന്നൊന്നും BBC അവിടെ പറയുന്നില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ജസ്റ്റ് ഒരു ലിങ്ക് കൊടുത്ത് പറ്റിക്കാൻ പറ്റുന്ന മണ്ടന്മാരായ അണികൾ ഞങ്ങളുടെ കൂടെയുണ്ട്. ഓക്കെ, അങ്ങനെ എന്താ പറയാ, അവരെ വിശ്വസിക്കുന്ന വളരെ ഫ്രീ തിങ്കിങ് ആയ കുറച്ച് ഗോത്രീയ ചിന്തകർ ഞങ്ങളുടെ പുറകെ ഉള്ളതുകൊണ്ട് ഒരു ലിങ്ക് കൊടുത്താൽ അവർ സാറ്റിസ്ഫൈഡ് ആവുന്നത് കൊണ്ട് അത് കൊടുക്കുന്നു, ഫയൽ വാൻ ജയിച്ചെന്ന് പറയുന്നു. അപ്പൊ ഇത് അവര് തന്ന റെഫറൻസിന് അവര് തന്നെ തന്ന ലിങ്ക് തുറന്നു നോക്കിയിട്ടാണ് ഞാൻ ഈ സംഭവം പറയുന്നത്. അല്ലാതെ ഞാൻ എന്റേതായിട്ടുള്ള ഒരു കാര്യം കൊടുത്തിട്ടില്ല. അവരുടെ തന്നെ ലിങ്കുകൾ അവര് തന്നെ തന്ന സ്പ്രെഡ്ഷീറ്റിൽ നിന്ന് നിങ്ങളെ കാണിച്ചുകൊണ്ട് അവര് എഴുതിയിട്ട കമന്റ്, അവർ പറഞ്ഞ റിമാർക്ക് വച്ചിട്ട് ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ ഈ സംഭവം എന്താ പറയാ, നമ്മളിത് പ്രൂവ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ഈ ഇത്തരം സംവാദങ്ങളിലൂടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കള്ളം പറയാൻ ഒരാൾക്ക് വേദി ഒരുക്കി കൊടുക്കും, എന്നിട്ട് അയാളുടെ കള്ളവും അയാളുടെ വർഗീയതയും വംശീയതയും സ്പ്രെഡ് ചെയ്തിട്ട് പോകുന്നു. എന്നിട്ട് മറ്റുള്ളവർ ഇതിരുന്ന് ഇങ്ങനെ ഫാക്ട് ചെക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് പണി കൊടുക്കുക എന്നതാണ്. അതാണ് ഇത്തരം സംവാദങ്ങൾ കൊണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ, പ്രത്യേകിച്ച് ജനോസൈഡ് പോലുള്ള വിഷയങ്ങൾ, നമ്മൾ ഇങ്ങനെയുള്ള സംവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. ഇത്തരം സംവാദങ്ങൾ സമൂഹത്തിന് ഗുണത്തേക്കാൾ ഏറെ ദോഷമാണ്. കാരണം അനാവശ്യമായിട്ട് തന്നെ ഫാക്ട് ചെക്കേഴ്സിന് പണി കൊടുക്കുകയാണ്. ഇവർ പോയിട്ടിരുന്ന് പണിയെടുത്ത് ഇനി ഇവൻ പറഞ്ഞ വർഗീയതയാണ്, ഇവൻ പറഞ്ഞ വംശീയതയാണെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴത്തേക്കിനും ഈ സംവാദം കണ്ട കുറേ ആളുകൾ ഓൾറെഡി ബ്രെയിൻ വാഷ് ആയി കാണും. പിന്നെ ഞാൻ ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഡിബേറ്റിലുടനീളം, അത് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല, PLOന്റെ ചാർട്ടറിൽ എന്താ പറയാ, ജൂതരെ ക്ലെൻസ് ചെയ്യുന്ന കാര്യം പറയത്തിന് ക്ലെൻസിങ് ചെയ്യണം എന്ന് പറഞ്ഞതായി പറയുന്നുണ്ട്. അത് ശ്രദ്ധിച്ചോ എന്നറിയില്ല. ഡിഡ് യു നോട്ടീസ് ദാറ്റ്? അപ്പൊ ഞാൻ എന്ന് വെച്ചാല് 28 മെയ് 1964 പലസ്തീൻ ചാർട്ടർ, 4 പേജുള്ളൂ ഈ പലസ്തീൻ ചാർട്ടർ എന്ന് പറയുന്നത്, ഈ PLOന്റെ ചാർട്ടർ എന്ന് പറയുന്നത്. ഞാൻ അതെടുത്തു. അതിലെടുത്തിട്ട് ഇപ്പൊ ജൂതന്മാരെ ഇല്ലാതാക്കണമെന്നാണ് എന്ന് ഇവര് പറഞ്ഞിരിക്കുന്നേ എന്നാണ് ടോമിയുടെ വാദം എന്ന് പറയുന്നത്. ഓക്കെ, ജൂതന്മാരെ ഇതാക്കണമെന്നുള്ളത്. ഇതില് 3 പ്രാവശ്യമാണ് ജ്യൂസ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. 3 പ്രാവശ്യം. അതില് ഇവര് പറയുന്നതെന്ന് വെച്ചാല്, ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പലസ്തീനിലെ ജൂതർ they should recognize themselves as Palestinians. അവർ പലസ്തീനോട് ലോയൽ ആയിരിക്കണം എന്നാണ് ഇത് പറയുന്നത്. അത് ആർട്ടിക്കിൾ 7 ആണ്. പിന്നെയുള്ളത് ആർട്ടിക്കിൾ 18 അടുത്ത ജൂ എന്ന് പറയുന്ന മെൻഷൻ വരുന്നത്. അതായത് ദ ക്ലെയിം ഓഫ് ഹിസ്റ്റോറിക്കൽ ആൻഡ് സ്പിരിച്വൽ ടൈ ബിറ്റ്വീൻ ജൂസ് ആൻഡ് പലസ്തീൻ ആർ നോട്ട് ഇൻ അഗ്രിമെന്റ് വിത്ത് ഫാക്ട് ഓഫ് ഹിസ്റ്ററി. അതായത് ജൂതർക്ക് പലസ്തീനുമേലുള്ള ഈ ദിവ്യമായ അവകാശത്തിന് യാതൊരു അവകാശവും ഇല്ല എന്നാണ് ആ ചാർട്ടർ, ആർട്ടിക്കിൾ 18 പറയുന്നത്. അതിൽ തന്നെ പറയുന്നത്, ഫർദർ മോർ ജൂസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് വൺ പീപ്പിൾ വിത്ത് ഇൻഡിപെൻഡന്റ് പേഴ്സണാലിറ്റി. അവരങ്ങനെയല്ല, അവർ സിറ്റിസൺസ് ടു ദെയർ സ്റ്റേറ്റ്സ്. അതായത് നമുക്കറിയാം, ജൂതര് യൂറോപ്പിലും അറബ് രാജ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരവിടുത്തെ പൗരന്മാരാണ്. അതല്ലാതെ അവരൊരു എന്താ പറയാ, ഒരു ഹോമോജീനിയസ് ആയ ഒരു സൊസൈറ്റി അല്ല എന്നാണ് പറയുന്നത്. ഇപ്പോ ഈ ചാർട്ടറിൽ എവിടെയാണ് ബുദ്ധിമുട്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇവര് പറയുന്ന ഈ സാധനം എവിടെയാണുള്ളത്. ഐ ഡോണ്ട് നോ വൈ ഹീസ് ഐ നോ വൈ ഹീസ് ലൈക്ക്. അതായിരിക്കും കുറച്ചുകൂടി കറക്റ്റായ ഒരു സംഭവം എന്ന് പറയുന്നത്. നമ്മുടെ മെഹദി ഹസന്റെ അടക്കമുള്ള അനുഭവങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, നെവർ ഡിബേറ്റ് ഫാസിസ്റ്റ്. ഫാസിസ്റ്റിനെ നമുക്ക് ഡിബേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർ കമ്പൾസീവ് ലയേഴ്സ് ആയിരിക്കും. അവർ അതായത് വിൽഫുള്ളി നുണ പറയുകയും നുണ പറയാൻ യാതൊരു മടിയില്ലാതിരിക്കുകയും ഞങ്ങളുടെ കയ്യിൽ ഡാറ്റ ഇല്ല എന്ന് തുറന്ന് സമ്മതിക്കുകയും, എന്നാൽ ഡാറ്റ കൊടുക്കുന്ന ആളുകളുടെ ഡാറ്റ അംഗീകരിക്കാതെ
ഡാറ്റ തരുന്നതും ഫാലസിയാണ്, ഡാറ്റ തരാത്തതും ഫാലസിയാണ്, ഞങ്ങൾ തരുന്ന ഡാറ്റ അംഗീകരിക്കാത്തത് ഫാലസിയാണ് എന്നൊക്കെ എന്താ പറയാ പറഞ്ഞുകൊണ്ടിരിക്കും. സോ അതായത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് നല്ലത് തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള വൾണറബിൾ ആയ ആളുകളെ അപ്രോച്ച് ചെയ്യുന്നതും അവരെ ശരിയായ മാർഗത്തിൽ കൊണ്ടുവരുന്നതാണ്. ഓഫ് കോഴ്സ് നമ്മൾ ഈ എക്സൽ ഷീറ്റിലെ ഓരോ ലിങ്കും പരിശോധിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനിയും സാധനങ്ങൾ കിട്ടുമായിരിക്കാം. പക്ഷേ ഹൂ ഹാസ് ടൈം ഫോർ ദാറ്റ്? അത് ചിലപ്പോൾ ഹ്യൂമൻലി പോസിബിളും ആയിരിക്കത്തില്ല. കാരണം കള്ളം പറയാൻ വളരെ എളുപ്പമാണ്. പല രീതികളിൽ നമുക്ക് കള്ളം പറയാൻ പറ്റും. ട്രൂത്ത്, ഹാഫ് ട്രൂത്ത്, ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അതിൻ്റെ സത്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരും. നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഉദ്ദേശം തന്നെ ഈ ഫുൾ എക്സൽ ഷീറ്റിനെ ഡിബങ്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് അനാലിസിസ് നടത്തുക എന്നല്ല. എന്തുകൊണ്ട് ഇത്തരം ഡിബേറ്റുകൾ സമൂഹത്തിൽ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുന്നു എന്നാണ്. കാരണം നിങ്ങൾ തന്നെ കണ്ടു, ഇപ്പോൾ തന്നെ ഇത്രയും കള്ളങ്ങൾ പൊളിക്കാൻ തന്നെ ഇത്രയും നമ്മൾ പോയി ലിങ്കുകൾ പോയി വായിക്കുകയും പരിശോധിക്കുകയും ചെയ്യണം. അപ്പോൾ now ഇമാജിൻ അതിനകത്ത് പറഞ്ഞ എത്ര കാര്യങ്ങൾ സത്യമുണ്ടെന്ന് നമുക്ക് പരിശോധിക്കണമെങ്കിൽ തന്നെ യുവർ ഹോൾ ലൈഫ് മൈറ്റ് ബി സ്പെൻഡ് ഓൺ ദിസ്. ദാറ്റ് ഈസ് വൈ നമ്മൾ പറയുന്നത് ഇത്തരം ഡിബേറ്റുകൾ ഈ ഹാഫ് ട്രൂത്തും കള്ളങ്ങളും പറയുന്ന ആളുകളുമായിട്ട്, അല്ലെങ്കിൽ വംശീയത പറയുന്ന ആളുകളുമായിട്ട്, അല്ലെങ്കിൽ എല്ലാ എസ്റ്റാബ്ലിഷ്മെൻറ്റെയും സ്കെപ്റ്റിക്കലായിട്ട് നോക്കുന്ന ആളുകളുമായിട്ടും, ഫാഷിസ്റ്റുകളുമായിട്ടും, സംഘപരിവാർ ആശയങ്ങൾ പറയുന്ന ആളുകളായിട്ടും, വംശീയത പറയുന്ന ആളുകളുമായിട്ടൊക്കെ ഡിബേറ്റുകൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം. നോട്ട് ഓൺലി ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം, അത് ഇറ്റ് കോസസ് മോർ ഹാം ദാൻ ഗുഡ്. അവർ ചെയ്യുന്ന കള്ളത്തരങ്ങൾ പിന്നെ മറ്റുള്ളവർ പോയി അന്വേഷിച്ച് ഡിബങ്ക് ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴത്തേക്കും ദ ഡാമേജ് ഇസ് ഡൺ. പീപ്പിൾ ഓൾറെഡി സ്റ്റാർട്ടഡ് ബിലീവിങ് ഫാൾസ് സ്റ്റോറീസ്. സോ അതുകൊണ്ട് തന്നെ ഇനി ഡിബേറ്റുകൾ നമ്മുടെ സമൂഹത്തിൽ വരുമ്പോൾ വി ഷുഡ് ഓൾവേസ് ആസ്ക്, ആരോടാണ് ഡിബേറ്റ് ചെയ്യുന്നത്? അവർ എന്തിനാണ് ഈ ഡിബേറ്റിന് വരുന്നത്? വാട്ട് ഈസ് ദെയർ എയിം? ആർ ദേ കമ്മിറ്റഡ് ടു ട്രൂത്ത് ഓർ ആർ ദേ ജസ്റ്റ് പുഷിങ് സം പ്രൊപ്പഗാൻഡ? അങ്ങനെയുള്ളവരോട് ഡിബേറ്റ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വളരെ വൾണറബിളായിട്ടും നിഷ്പക്ഷരമായിട്ടിരിക്കുന്ന ആളുകളോട് റീച്ച് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. അവർക്ക് സത്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക, അവർക്ക് സത്യങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുക. നൗ കമ്മിങ് ടു ദിസ് ഡിബേറ്റ്, ഈ ഡിബേറ്റിൽ ഒരു പോസിറ്റീവ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോമി സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കൃത്യമായിട്ട് റിട്ടർക്ക് വെക്കാൻ അറിയാത്തൊരു വ്യക്തിയായിരുന്നു. കാരണം അദ്ദേഹം ഈ മതവിശ്വാസികളോട് മാത്രമേ അദ്ദേഹം ഡിബേറ്റ് ചെയ്തിട്ടുള്ളൂ. അഭിലാഷ് മോഹനാണെങ്കിൽ ചരിത്രം നല്ല രീതിയിൽ അരച്ച് കലക്കി കുടിച്ചുള്ളത് കൊണ്ട് തന്നെ അഭിലാഷ് മോഹന് നല്ല രീതിയിൽ പറഞ്ഞു നിന്നിക്കാൻ പറ്റി. ബട്ട് ടോമി സെബാസ്റ്റ്യൻ ഈ ഡിബേറ്റിന് പ്രത്യേകിച്ച് സ്കോർ ചെയ്യാൻ പറ്റിയില്ല എന്ന് കരുതി സച്ച് ഡിബേറ്റ്സ് വിൽ എഗെയിൻ ഹാപ്പൻ. ആ സമയത്ത് ചിലപ്പോൾ ഇതിലും റെട്രിക്ക് പറയുന്ന ആളുകൾ വരാൻ സാധ്യതയുണ്ട്. അവർ ചിലപ്പോൾ കുറച്ചും കൂടെ കൺവിൻസിങ് രീതിയിൽ ഈ ജനസൈഡിനെ ന്യായീകരിക്കുന്ന ന്യായങ്ങൾ വയ്ക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അവരും ഇത്തരം ലിങ്കുകൾ തന്നെ ആയിരിക്കും ഇടുന്നത്. സോ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഇത്തരം വീഡിയോ ഇനിയും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.